ഹായ്, നമസ്കാരം. പിന്നെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് കാര്യമായിട്ട് കണ്ടിട്ടൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഒരു ക്യു എ സെക്ഷൻ ഇട്ടിരിക്കും, Q&A സെക്ഷൻ, ആസ്ക് മീ സംതിങ്ങോ അങ്ങനെ എന്തോ പറയുന്ന പരിപാടിയില്ലേ, അത് തന്നെ. അപ്പോൾ അതിൽ സംഗതി ആദ്യമായിട്ടാണ് ഞാൻ ആ പരിപാടി അതിൽ ഇടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചില്ല എത്രത്തോളം റെസ്പോൺസ് അങ്ങനെ ഉണ്ടാകുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം അത് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പലർക്കും പലതാണ് അറിയേണ്ടത്. ഈ പറഞ്ഞ മാതിരി വീട് വെച്ച കഥ, വീടിന് ലോണുണ്ടോ, കല്യാണം കഴിക്കുന്നില്ലേ, എപ്പോഴാണ് കല്യാണം, പിന്നെ CA എന്തായി, CA എടുത്തതിൽ കുറ്റബോധമുണ്ടോ, പിന്നെന്താ, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ. വീട്ടിൽ മീൻ എന്തായി, മീൻ ചത്തോ, മീൻ പറ്റോ, സംഗതി എന്ത് തന്നെയാണെങ്കിലും ഞാനും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ഒരു പരിപാടി കിട്ടുകഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ എൻഗേജ് ആവും, റിലാക്സ് ആവും. ആരൊക്കെയും ഉണ്ട് നമുക്ക് വർത്താനം പറയാനൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ അതിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പല സംഭവങ്ങൾ അതിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചൊരു ക്വസ്റ്റ്യൻ, ബെസ്റ്റ് ക്യാമ്പസ് ഫോർ CA എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതിൽ വന്നത്. ഒരു CA ക്യാമ്പസ് ഏതാണ്, ആൾ പഠിക്കാനോ ഇതായിരിക്കാം മറ്റോ, അപ്പം അത് ഏതാണെന്നുള്ളത് ചോദിച്ചത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് അതിൽ പങ്കുവെക്കാം എന്നുള്ളതാണ്. ഓക്കെ, അതിൽ നിങ്ങളൊരു CA ക്യാമ്പസ് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആദ്യം തന്നെ ഇതിൽ 2 തരത്തിലുണ്ട് നമുക്ക്. ഒന്ന് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ഡയറക്റ്റ് ICAൻ്റെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ ജില്ലയിലൊന്നുമില്ല. കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ, ട്രിവാൻഡ്രം, പാലക്കാടും ഉണ്ട് തോന്നുന്നു. ഓക്കെ, അത്രയും സ്ഥലങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ കുറവാണ്. തൃശ്ശൂരും കോഴിക്കോടും എറണാകുളവും ട്രിവാൻഡ്രത്തെങ്ങാണ്ട് ക്ലാസ്സൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളിടത്തൊന്നും അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊന്നുമില്ല. ഒരു ചാപ്റ്ററായിട്ട് ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, മീൻസ് ഞാൻ അറിഞ്ഞെടുത്തോളം. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാനിതിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ പ്രൈവറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇതുണ്ട്. അതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾ കമ്പാരിറ്റീവ്ലി ഫീ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് GST, ICAക്ക് ഒരിക്കലും GSTൻ്റെ ആവശ്യമില്ല. GST അവിടെ വേണ്ട, എക്സംപ്റ്റഡ് ആണ്. സോ നിങ്ങളൊരു ഫീസ് ഒരു 6000 രൂപയാണ് ഒരു സബ്ജക്റ്റിന് 6000 രൂപയാണ് ഫീസെങ്കിൽ, ICAയിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിന് 6000 പ്ലസ് GST എന്നൊരു കൺസെപ്റ്റ് അവിടെ അല്ല. 6000 മാത്രം കൊടുത്താൽ മതി. അതിനുവേണ്ടി നിങ്ങൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോകുന്നതെങ്കിൽ അവർക്ക് GST രജിസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 15%, 6000 പ്ലസ് 15% കൂടി നിങ്ങൾ അവിടെ അടയ്ക്കണം. ഓക്കെ, അത് GST എന്നല്ല, അവരെ എന്ത് ഫീ ആണെങ്കിലും അങ്ങനെ അവർക്ക് GST രജിസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ICAയിലാണ് പോകണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിലവിൽ നമുക്ക് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൈവറ്റായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ലക്ഷ്യ, സൈലം, ട്രിപ്ലൈ, അങ്ങനെ കുറേ എണ്ണം തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ അവരൊക്കെ അത്യാവശ്യം എസ്റ്റാബ്ലിഷാണ്. പരിപാടികളും കാര്യങ്ങളും അഡ്വർടൈസ്മെൻറ്റും പരിപാടികളായിട്ട് ഉഷാറായിട്ടുള്ള ഇതൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നമ്മളോട് പലരും ചോദിക്കില്ല ഏതാ ക്ലാസ് നല്ലത്, ഏതാ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലത്. ഇതേപോലെ നമ്മളോട് മുന്നേ ഉള്ള ഫൈനലിനൊക്കെ പലരും ചോദിച്ച സമയത്ത് ഞാൻ അവരോട് തിരിച്ചു ചോദിക്കില്ല നിങ്ങൾ ഇൻ്ററൊക്കെ എവിടെ ചെയ്തതെന്നൊക്കെ. അപ്പോൾ അവരൊക്കെ പറഞ്ഞ അവരുടെ അനുഭവത്തിൽ നിന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരാൾ +2 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ CPT അല്ലെങ്കിൽ IPCCക്ക് വേണ്ടി നിങ്ങൾ ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾ പോകുന്ന സമയത്ത് അവിടെ അവരെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഈ CPTയും ഇൻ്ററും കൂടി ഒരു കോംബോ ഓഫറായിട്ട് നിങ്ങൾക്ക് തരും. ഒരു കോംബോ പ്ലാനായിട്ട് മീൻസ്, എന്നിട്ട് എല്ലാം കൂടി ഒരു 5 ലക്ഷം രൂപ, ഇത്ര കാലയളവിലേക്ക് 5 ലക്ഷം രൂപ, ഇത്ര അറ്റംപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ക്രാഷ് അറ്റൻഡ് ചെയ്യാം, റെഗുലർ ക്ലാസ് ഉണ്ടാവും. അങ്ങനെ ആ ഒരു ലെവലിലോട്ട് 5 ലക്ഷം രൂപയായിരിക്കും നിങ്ങളുടെ അവർ പറയും. അപ്പോൾ നിങ്ങൾക്ക് ലോണിൻ്റെ ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. അവിടെയാണ് ഇതിൻ്റെ കാര്യം കിടക്കുന്നത്. നിങ്ങൾക്ക് ലോണിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു ബാങ്കിനെ സെറ്റപ്പ് ആക്കി തരും. എന്നിട്ട് അവരിന്ന് ലോണാക്കി. ഓക്കെ, ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് കഴിയുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ അപ്പോഴേക്കും നിങ്ങൾക്ക് തോന്നുക ഒന്നെങ്കിൽ ഈ പരിപാടി നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഈ ക്യാമ്പസ് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെയാണ് അതിൻ്റെ ഒരു ട്രാപ്പ് എന്ന് പറയുന്നത്. അതോടുകൂടി നിങ്ങൾ ആ ഫണ്ട് ഫുള്ള് പോയി. നിങ്ങൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ പുതിയ ക്യാഷ് അവിടെ കൊടുത്ത് പുതിയ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ പഠിക്കണം. ഈ പറയുന്ന പോലെ ഇവിടെ അടച്ച 5 ലക്ഷം രൂപ പോയി. അതാണ് ഒന്നാമത്തെ പലരും ചെയ്തൊരു മണ്ടത്തരാണത്. കാരണം അവരങ്ങനെ ക്യാൻവാസ് ചെയ്ത് നിങ്ങളവിടെ പിടിച്ചിരുത്തും. നിങ്ങൾ ആ പൈസ അവിടെ കൊടുത്ത് നിങ്ങളവിടെ ജോയിൻ ചെയ്യും. തിരിച്ചൊരു റീഫണ്ടൊന്നും അവർ നിങ്ങൾക്ക് ചെയ്തു തരില്ല. കാരണം അവർ നിങ്ങളെ കുടുംബം നന്നാക്കാനിരിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. അവർക്ക് അവരുടേതായ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അവർ ഈ പരിപാടി ചെയ്യുന്നത്. സോ ആ ഫണ്ട് അങ്ങനെ പോകും. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഇതാണ്. നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഏതെങ്കിലും CPTക്കാണെന്നുണ്ടെങ്കിൽ CPTക്ക് മാത്രം നിങ്ങൾ, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാം. അതിൻ്റെ ശേഷം അതിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നിങ്ങൾ വീണ്ടും ചെയ്താൽ മതി. ഓക്കെ, രണ്ടാമത് IPCC ആണെങ്കിൽ IPCC, ഫൈനലാണെങ്കിൽ ഫൈനൽ, അങ്ങനെയുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കേസ്, ഈ പറയുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെ അവർ നിങ്ങൾക്ക് തുടക്കം തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി, ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തായാലും അവിടെ പോയി ജോയിൻ ചെയ്യാൻ നേരത്തെ നിങ്ങൾ ചോദിക്കും ഹോസ്റ്റൽ എങ്ങനെയാണ്,
ഫുഡിൻ്റെ മെനു എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരൊരു ഹോസ്റ്റൽ സെറ്റപ്പുകളൊക്കെ കാണിച്ചു തരും. ചിലപ്പോൾ ഫുഡിൻ്റെ മെനു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരു പരിധി കഴിയുന്ന സമയത്ത് ഒരു പീരീഡ് കഴിയുമ്പോൾ ഈ പറഞ്ഞ ഹോസ്റ്റലായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്, ഈ പറയുന്ന ഫുഡായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനത്തെ പ്രശ്നം കൂടി അവിടെ ഉണ്ടാവും. സോ അതൊക്കെ നമ്മൾ അനുഭവത്തിൽ വന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ പരിപാടികളൊക്കെ. ഓക്കെ, പിന്നത്തത് ഫാക്കൽറ്റി പൂൾ എന്ന് പറയുന്ന പരിപാടിയാണ്. ഫാക്കൽറ്റി പൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു CA തന്നെ ഇപ്പം ഇൻ്റർനാണെന്ന് വിചാരിക്കും. ഇൻ്റർനാകുമ്പോൾ അക്കൗണ്ട്സ്, ലോ, DT, IDT, അഡ്വാൻസ് അക്കൗണ്ട്സ്, ഓഡിറ്റ്, അങ്ങനെ സബ്ജക്റ്റുകൾക്കൊക്കെ ഫാക്കൽറ്റീസ് എത്രത്തോളം നല്ല ഫാക്കൽറ്റീസാണ് നമുക്കറിയാം. നമ്മൾ സുഹൃത്തുക്കളും കാര്യങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് നല്ല ഫാക്കൽറ്റി എന്നുള്ളത്. അപ്പോൾ അത്രയും നല്ല ഫാക്കൽറ്റീസിനെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അത് നോക്കിയിട്ട് ജോയിൻ ചെയ്യാം. പിന്നെ ഫീസിൻ്റെ കാര്യമാണ്. ഫീസ് പ്രൈവറ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ GSTൻ്റെ കാര്യമൊക്കെ വരുന്നതുകൊണ്ട്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നൊരു കൺസെപ്റ്റ് പുതിയതായിട്ട് നമ്മളെ എന്താണ്, തുടക്കം മുതൽ നിങ്ങൾ റെഗുലർ ക്ലാസ് തന്നെ അവർ റെസിഡൻഷ്യൽ ക്യാമ്പസ് എന്നുള്ള സെറ്റപ്പിലോട്ട് കൊണ്ടുപോകും. അവരെന്ത് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതോടുകൂടി ഈ പറയുന്ന IPCC അല്ലെങ്കിൽ CPTക്ക് രജിസ്റ്റർ ചെയ്യുന്നത് തന്നെ നിങ്ങൾ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആയിട്ട് അവർ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ താമസിച്ച് പഠിപ്പിക്കുന്ന, അത് കാര്യമായിട്ട് എനിക്ക് അതിൻ്റെ ഇതൊന്നും അറിയില്ല. പക്ഷേ ഇതൊക്കെ അതിൽ വരുന്നത് തന്നെയാണ്. ഈ ഹോസ്റ്റലിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതാണ്. പക്ഷേ ഫീയും കുറച്ച് കൂടുതലായിരിക്കും. നിങ്ങളൊരു 6 മാസം കൊണ്ട് അവർ നിങ്ങളെ വൃത്തിയാക്കി തരും. പിന്നെ നമ്മൾ പഠിച്ചാൽ മാത്രം മതി, ഫോണും കാര്യങ്ങളൊന്നും അലൗഡ് ആയിരിക്കില്ല. അപ്പോൾ നമ്മളൊരു സ്ട്രിക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിച്ച് സെറ്റ് ആവുക എന്നുള്ളതാണ്. ഇനി ICI ചൂസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റുകളാണ് അടുത്തത്. ICI എന്ന് പറയുന്നത് അന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ GSTൻ്റെ കേസ്, അതിൻ്റെ പ്രശ്നം അവിടെ വരുന്നില്ല. സോ അങ്ങനെ തന്നെ നമുക്കൊരു 18% എന്താണോ അതിൻ്റെ പുറത്ത് 18% നമുക്ക് ലാഭിക്കാം. രണ്ടാമത്തെ കേസ്, ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇതൊരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന തോതിൽ ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുള്ളൂ. ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ച കോഴിക്കോട് ICIയിലായിരുന്നു. 6 മാസത്തെ കോച്ചിങ് ക്ലാസ് റെഗുലറായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പഠിക്കുക എന്നതിനുപരി ഞാനൊരു എൻജോയ്മെൻറ്റിന് പോയതായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പഠിക്കേണ്ട സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, വേറെ മെറ്റീരിയലൊക്കെ എടുത്ത് ഞാൻ പഠിച്ച് ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഇൻ്റർ പാസ്സായത്. ഫൈനൽ ഞാൻ പോകുന്നത് ആദ്യം ICI തൃശ്ശൂരിലോട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ഇരുന്ന് ഞാൻ, പക്ഷേ അവിടെ ഓക്കെ ആയിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ വലിയൊരു ക്യാമ്പസാണ്. പഴയ ഒരു ബിൽഡിംഗ് ഇവർ റിനോവേറ്റ് ചെയ്ത് എടുത്തതെന്നുമാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലാസ് റൂമുകളാണെങ്കിൽ വലിയ വലിയ ക്ലാസ് റൂമുകളുണ്ട്. ഈ പറഞ്ഞ മൈക്ക് സെറ്റ്, പ്രൊജക്ടർ, ആ പരിപാടി, ഈ പരിപാടി, AC, സീറ്റിംഗ് എല്ലാം കൊണ്ടും ഓക്കെയാണ്. പിന്നെ ഈ പ്രായമായൊരു കാര്യം, എന്നെ പോലെ പ്രായമായവരൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ടത് ബെഞ്ചും ഡെസ്ക്കും ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഊരെയൊക്കെ പൊടിഞ്ഞ് ഊപ്പാടാവും. കാരണം വയസ്സൊക്കെ ആയതല്ലേ. അപ്പോൾ അതിനുള്ളിൽ വിചാരിച്ച പരിപാടികളൊന്നും നടക്കില്ല, നമുക്ക് നല്ലപോലെ ഇരിക്കാനൊന്നും പറ്റില്ല. ICIയിലൊക്കെ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലൊക്കെ നല്ല സൂപ്പർ സംഭവമാണുള്ളത്. ചെയറും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്ന സെമിനാർ ഹാൾ എന്ന് പറഞ്ഞൊരു വലിയ ഹാളുണ്ട്. അവിടെയൊക്കെ കിട്ടുന്നെങ്കിൽ നല്ല കുഷ്യൻ സീറ്റൊക്കെയാണ് അവിടെ. നല്ല എൻജോയ് ചെയ്തിരുന്നിട്ടുണ്ട്, നല്ല റിലാക്സ് ആയിട്ട്, നല്ല സുഖമാണ്. വേണമെങ്കിൽ ഉറങ്ങി വരെ പോകാമെന്നുള്ള, ഉറങ്ങലൊക്കെ ഉണ്ട്, നല്ലപോലെ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പോഴും. ഓക്കെ, പിന്നെ പക്ഷേ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു സ്ഥലത്ത്, ഞാൻ സ്ഥലം പറയുന്നില്ല, ഒരു സ്ഥലത്ത് ഞാൻ ഇതേപോലെ DTൻ്റെ ക്ലാസ്സിന് പോയിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ ഞാൻ പ്രൈവറ്റ് ആയിരുന്നു. അവിടെ ബെഞ്ചും ഡെസ്ക്കും ആയിരുന്നു. എനിക്കൊന്ന് 120ഓളം കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫസ്റ്റത്തെ ദിവസം തന്നെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഏകദേശം നമ്മളിത് തീരുമാനമായി. എന്നിട്ട് ഞാൻ അവിടെ ഓഫീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ അവരെന്നോട് പറയുകയും ചെയ്തു നമുക്കത് ചെയ്യായിരുന്നു, അറേഞ്ച് ചെയ്യുന്നു, പക്ഷേ അപ്പുറത്ത് 40-40 സീറ്റ് ഉണ്ട്. പക്ഷേ ഇത് ഇത്രയും കുട്ടികളായതുകൊണ്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അടുത്തതിൽ അവർ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അവർ അതിന് സൊല്യൂഷനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇൻ്റർവ്യൂ ആകുന്ന സമയത്ത് ഞാൻ നേരെ പോയിട്ട് അപ്പുറത്ത് ചാരി ഞെളിഞ്ഞിരിക്കാറുണ്ട് ഒരു സമാധാനത്തിന്. അപ്പോൾ രണ്ടാമത്തെ കേസ്, ഓക്കെ, പറഞ്ഞത് ICIൻ്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ, ഒന്ന് ഈ പറഞ്ഞ പോലെ ഫാക്കൽറ്റീസ് അവിടെ മിക്ക സ്ഥലങ്ങളിലും, ഇപ്പോൾ തൃശ്ശൂരിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് വൈസാണ്. ഞാൻ IDTൻ്റെ ക്ലാസ്സിനായിരുന്നു ഞാൻ പോയത്. അൻവർ സാറായിരുന്നു, നല്ല ക്ലാസ്സായിരുന്നു. അതേപോലെ തന്നെ FRൻ്റെതാണെങ്കിൽ ശ്രീലക്ഷ്മി മാം, പിന്നെ ലോ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ലോ എനിക്ക് തോന്നുന്നു അർപ്പിത തുളസി നോർത്തിലുള്ളതാണ്. ഓക്കെ, മാത്രമല്ല നമ്മൾ ഈ പുറത്തുള്ള കുട്ടികളൊക്കെ നമ്മൾ ക്ലാസ്സിന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവരും പറയുന്നുണ്ട് ഇത്രയും സെറ്റപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഫെസിലിറ്റി ഒക്കെ കൂടിയിട്ട് ഇന്ത്യയിൽ തന്നെ വേറെ ക്യാമ്പസ് ഇല്ല. കാരണം നമ്മൾക്ക് ഇടപഴകാനാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളും ഫാക്കൽറ്റീസും അവിടെയുള്ള ആൾക്കാരും എന്തുകൊണ്ടും ഓക്കെയാണ്. ക്യാമ്പസ് ഉണ്ട്, കളിക്കാനൊക്കെ സ്ഥലമുണ്ട്, വണ്ടി പാർക്ക് ചെയ്യാൻ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള സൂപ്പറാണ്, സെറ്റപ്പാണ്. ടൗണിൽ നിന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ മാറി ഒരു 2 കിലോമീറ്റർ ഇങ്ങോട്ട് മാറിയിട്ട് ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുള്ളത്. നല്ല സൗകര്യമൊക്കെ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹോസ്റ്റലിൻ്റെ കേസ്, ഫുഡിൻ്റെ കേസൊന്നും അവിടെ വരുന്നില്ല. അതൊക്കെ പ്രൈവറ്റിലോട്ടാണ്. അപ്പം അതിൻ്റേതായ പൈസ ഇവിടെ മാറ്റണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവർ നമ്പറും കാര്യങ്ങളൊക്കെ തരും, ഹോസ്റ്റലിൻ്റെയും മെസ്സിൻ്റെയും ഒക്കെ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി ചൂസ് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ആലോചിക്കണം എന്നുള്ളത്. ഓക്കെ, ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഫീസ് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ICI ആണ് ബെറ്റർ. പിന്നെ ഫാക്കൽറ്റി പൂൾ, അത് ഈ പറഞ്ഞ ഫൈനലിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്രാഷ്
കോഴ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇത്ര ദിവസത്തേക്ക് ഒരു കോഴ്സ്, അല്ലാതെ മൊത്തമായിട്ട് ഒരു പാക്കേജായിട്ട് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ICAൻ്റെ തൃശ്ശൂർ ബ്രാഞ്ചിലുണ്ട് ഒരു ഗ്രൂപ്പിന്, എനിക്ക് തോന്നുന്നു 40,000 രൂപ എങ്ങാണ്ടാണ് ഒരു ഗ്രൂപ്പിന്, 3-4 സബ്ജക്റ്റോ ആയിട്ടുണ്ടാവും, അതിലെല്ലാം കൂടി ഇത്ര സമയത്തേക്ക്. അങ്ങനെ അത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വേറൊന്ന് പറയുന്നത് സ്കോളർഷിപ്പിന് എനിക്ക് തോന്നുന്നു രണ്ടിലും കിട്ടും തോന്നുന്നു. ICAൻ്റെ അവിടെ നിന്നും അതിനുള്ള സപ്പോർട്ടുണ്ട്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അതിനുള്ള സപ്പോർട്ടുണ്ട്. ഓക്കെ, അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ഇൻ്ററിനൊക്കെ CPT ഇൻ്റർ പരിപാടിക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നെങ്കിൽ ഒരു കാരണവശാലും ഫുൾ എമൗണ്ട് അടയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ എന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ മനസ്സ് മാറും, ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വേണ്ടാന്ന് തോന്നും, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാറണം തോന്നും, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പുതിയതായിട്ട് ചേരുന്ന ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ്, നിങ്ങളൊരു ജയിലിൽ ഇരുന്ന് പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് റിസൾട്ടിനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, അതൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെസിഡൻഷ്യൽ ക്യാമ്പസ് എന്ന് പറഞ്ഞ പരിപാടി ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്, അവിടെ പോയിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് നാടൊക്കെ വിട്ട് നല്ല ഉഷാറായിട്ട് ചുറ്റുവട്ടമൊക്കെ കണ്ട് ആ റെസ്ട്രിക്ഷനൊക്കെ മാറി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ICA ഒക്കെ ചൂസ് ചെയ്യാം. കാരണം അവിടെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആണ്, നാടൊക്കെ കണ്ട് ഫ്രണ്ട്സും സർക്കിളൊക്കെ ആയിട്ട് അങ്ങനെ ഉഷാറാക്കാം. കാരണം ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. കാരണം ഒരു കോഴിക്കോട് നിന്ന് ഇൻ്റർ കഴിഞ്ഞ് ആർട്ടിക്കൽഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ തൃശ്ശൂർ പോയി, തൃശ്ശൂരിൽ ഞാൻ പിന്നെ എറണാകുളം പോയിട്ടുണ്ട്, എറണാകുളത്ത് ഞാൻ പിന്നെ ട്രിവാൻഡ്രം പോയിട്ടുണ്ട്, അവിടെ നിന്ന് പിന്നെയും കറങ്ങി തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അപ്പം കണ്ടമാനം ബന്ധങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എവിടെ പോയാലും ആൾക്കാരുണ്ട്, അങ്ങനെ ഒരു മെച്ചം കൂടി അതിലുണ്ട്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും അങ്ങനത്തെ സംശയം അങ്ങനെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ ഇരുന്ന് സംസാരിച്ച് സെറ്റ് ചെയ്ത് തരാമെന്ന്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.